കൊച്ചി കാക്കനാട് ആക്രിക്കടയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയം. പ്രദേശത്ത് കനത്ത പുകയുണ്ട്. ആക്രിക്കട പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്നും 7 വർഷമായി ഗോഡൌൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ലൈസൻസ് എടുത്തിട്ടില്ലെന്നും ഉടമ കബീർ 24നോട് പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള വ്യക്തമാക്കി. അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് ചെമ്പുമുക്കിലെ ഈ ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടാകുന്നത്. പെട്ടെന്നൊരു ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞത്. ആ സമയം 3 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അത് സ്ഥാപനത്തിന് പുറത്താണ്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്ന് നമുക്ക് പറയാനാകും. എന്തായാലും ഇതിനുള്ളിൽ വൈദ്യുതിയില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാരണങ്ങളല്ല തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഫയർഫോഴ്സ് ഒരു പരിശോധന നടത്തി വരികയാണ്. ഈ സ്ഥാപനത്തിനുള്ളിലുണ്ടായിരുന്ന ആക്രിക്കടയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽക്കൂരയടക്കം പൂർണ്ണമായും കത്തി. സ്ഥാപനത്തിന് ഉള്ളിൽ കോമ്പൗണ്ടിനുള്ളിലുണ്ടായിരുന്ന തെങ്ങുകൾ അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 7 വർഷമായി ഈ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ 7 വർഷമായി ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉടമ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിൽ പരിശോധനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നഗരസഭ അതിൽ ഒരു പുനഃപരിശോധന നടത്തും. ഒപ്പം 7 വർഷമായി ഇങ്ങനെ ഒരു സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുക കൂടിയാണ് തൃക്കാക്കര നഗരസഭ. ചെയർപേഴ്സൺ രാധാമണി പിള്ള തന്നെ അതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഏകദേശം രാവിലെ 11 മണിയോടുകൂടി പിടിച്ച തീ അണയ്ക്കാൻ 4 മണിക്കൂറോളമാണ് എടുത്തത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി സ്ഥലത്തെത്തിയിരുന്നു. ഉച്ചയോടുകൂടി തീ നിയന്ത്രണ വിധേയമായി. അപകട സാഹചര്യം പൂർണ്ണമായും ഒഴിഞ്ഞിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുകൂടി കൃത്യമായ ഇടപെടൽ വേണം എന്നുള്ളൊരാവശ്യമാണ് വരുന്നത്. കാരണം നിയമവിധേയമായി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. എന്തായാലും തുടർ നടപടികൾ ഇതിൽ സ്വീകരിക്കും എന്നുള്ളതാണ് നഗരസഭയടക്കം പറയുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിയമ നടപടികൾ ഉണ്ടാകും. തൃക്കാക്കരയിൽ നിന്ന് അനൂപിനൊപ്പം അശ്വിൻ പാലാഴി, 24.